ഒരിക്കലും കോമഡി പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കില്ല. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ആക്കി തീർത്ത്, പ്രത്യേകിച്ച് ഒരു 10 പേരുടെ മുമ്പിൽ അതേ ഊണു എന്ന് പറയാൻ ഒരു അവസരം ഉണ്ടാക്കി തന്നത് എന്തുകൊണ്ടും കോമഡി തന്നെയാണ്. പിന്നെ അവരാരും കോമഡി വേണ്ട എന്ന് പറഞ്ഞ ട്രാക്ക് മാറിയിട്ടില്ല. പലതരത്തിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നു. ഇപ്പോൾ സുരാജൻ്റെ പല ഇൻ്റർവ്യൂ, ഇപ്പോൾ നാഷണൽ അവാർഡ് കിട്ടിക്കഴിഞ്ഞിട്ടുള്ള പല ഇൻ്റർവ്യൂസ് ആണെങ്കിലും ഞാൻ കണ്ടപ്പോഴും സുരാജനാണെങ്കിലും പറയണ്ടേ, നമുക്ക് കിട്ടുന്ന അവസരങ്ങളെ അത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് വരുന്ന അവസരങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ പലതരത്തിലുള്ള ക്യാരക്ടേഴ്സ് മാറി മാറി ചെയ്യണം എന്നുള്ള എല്ലാ ആർട്ടിസ്റ്റുകളെയും സംബന്ധിച്ചുള്ള ആഗ്രഹമായിരിക്കും. ഒരിടത്ത് മാത്രമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്തിരുന്നാൽ ചെയ്യുന്ന ഞങ്ങൾക്കും ബോറടിക്കും, കാണുന്നവർക്കും ബോറടിക്കും, കൊടുക്കി ക്യാരക്ടർ വരുന്നവർക്കും ബോറടിക്കും. അപ്പം അങ്ങനെ എന്തിനാ അതങ്ങനെ? നമ്മൾ ഒരു കലാകാരി അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഒരു അഭിനേത്രി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അഭിനയിക്കുകയാണ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ക്യാരക്ടേഴ്സിനെ അത് അഭിനയിച്ച് ഫലിപ്പിച്ച് മറ്റുള്ളവർ ഓഡിയൻസിന് കാണിച്ചു കൊടുക്കുകയാണ്. അതാണല്ലോ ഒരു സിനിമയിലുള്ള പല ക്യാരക്ടേഴ്സും ചെയ്യുന്നത്. അപ്പോൾ പലതരത്തിലുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് ചെയ്യണം. അപ്പോൾ മാറി മാറി ചെയ്യുക. സീരിയസ് ആയിട്ടുള്ള പക്ക സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ കിട്ടുമ്പോൾ നമ്മൾ സീരിയസ് ആയിട്ട് ചെയ്യും. നല്ല കോമഡി ആയിട്ടുള്ള ഇത് കിട്ടുമ്പോൾ അത് ചെയ്യും. വരുന്നതനുസരിച്ച് നമ്മൾ ചെയ്യും, അത്രേ ഉള്ളൂ. പലരും നിന്ന് ഞാൻ കേട്ടിട്ടുള്ളതുമാണ്, നിങ്ങളെന്തിനാ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും ചോദിക്കും. നിങ്ങളെന്തിനാ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും വന്ന് ചോദിക്കാറുണ്ട്. അത് എനിക്ക് തോന്നുന്നു പലരുടെയും തെറ്റിദ്ധാരണയാണ്. നമ്മളെന്തോ അങ്ങോട്ട് പോയിട്ട് ഇപ്പം ആരെങ്കിലും ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡയറക്ടർ ഇപ്പോൾ എന്നെ ഒരു ക്യാരക്ടർ റോളാണ് വിളിച്ചത് എന്ന് വെച്ചോ, അപ്പോൾ അവരോട് ഇപ്പോൾ നമ്മൾ പറയാണ്, അല്ല ഈ ക്യാരക്ടർ ഞാൻ ചെയ്യില്ല, നായികയുടെ ക്യാരക്ടർ ഞാൻ ചെയ്തോളാം ഇന്നിപ്പോൾ അങ്ങോട്ട് പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് ഇങ്ങോട്ട് വരുന്നതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അത് പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ്. അവരുടെ വിചാരം ഞങ്ങൾ അങ്ങോട്ട് ചെന്നിട്ട് ഇന്ന ക്യാരക്ടർ ഞങ്ങൾ ചെയ്തോളാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ചൂസ് ചെയ്തെടുക്കുകയാണെന്ന് തോന്നുന്നു. അങ്ങനെയല്ല, നമുക്ക് വരുന്നത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞ പടം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ ഫോട്ടോഷൂട്ട് ചെയ്തത്. ഈ പോർട്ട്ഫോളിയോ ഇത് VKP കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ട്രിവാൻഡ്രം ലോഡ്ജ് ചെയ്യുന്നത്. പിന്നീട് ഇങ്ങോട്ടുള്ള പടങ്ങളെല്ലാം ഞാൻ ഈ പോർട്ട്ഫോളിയോ കഴിഞ്ഞിട്ടാണ് ചെയ്തിരുന്നത്. അതവരെല്ലാവരും എൻ്റെ പോർട്ട്ഫോളിയോസ് കണ്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് തമിഴിൽ നിന്നൊക്കെ വന്നിട്ട് കുറേ ഓഫേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഈ അടുത്തൂടെ ഒരു ഐറ്റം ഡാൻസ് എന്നുള്ള രീതിയിൽ, പ്രത്യേകിച്ച് ഞാനൊരു ഡാൻസർ ആണെന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫോട്ടോഷൂട്ടും കൂടെ കണ്ടപ്പോൾ എന്നെ 1-2 പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഐറ്റം ഡാൻസിൻ്റെ ഒരു ഇതിൽ വന്ന് ചെയ്യാമോ എന്ന് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് എനിക്കിപ്പോൾ തോന്നുന്നു അത് ചെയ്യായിരുന്നു എന്ന് തോന്നുന്നു. അന്ന് ഞാനത് കോക്ടൈലിൽ അത് വിട്ടതുപോലെ അത് വേണ്ടെന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഈ പ്രിയാമണി ഇപ്പോൾ ചെന്നൈ എക്സ്പ്രസ് അവരൊരു പാട്ടിൻ്റെ ഇതിലായിരുന്നെങ്കിലും വന്ന് പോകുന്നുണ്ട്. അങ്ങനെ കുറേ കോൾസ് എനിക്ക് വരുന്നുണ്ട്. തമിഴിലേക്കാണെങ്കിലും ഭയങ്കര ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ഇതിൽ ഒരുപാട് പടങ്ങളിൽ വിളിക്കാറുണ്ട്. ഒരു മിക്കവാറും ആഴ്ചയിലൊക്കെ കോൾ വരാറുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് യാത്ര ചെയ്യാൻ. അത് പുറത്താണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആംസ്റ്റർഡാമിൽ പോയ കാര്യങ്ങൾ, നമ്മൾ ഇങ്ങനെ കാണാത്ത രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യയിലാണെങ്കിലും എനിക്ക് ഓൾമോസ്റ്റ് ഒന്നും കവർ ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇനി ഞങ്ങൾ ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ, ഞാനും അമ്മയും എൻ്റെ ബ്രദറും എൻ്റെ ഫ്രണ്ട്സും ഉണ്ടാവും. ഞങ്ങളൊരു വലിയ ഗ്യാങ്ങാണ് എപ്പോഴും യാത്രയ്ക്ക് പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഫാമിലി ഉണ്ടാവും, ഫ്രണ്ട്സും ഉണ്ടാവും. അപ്പോൾ തന്നെ നമ്മളൊരു രസമാണ്. പുതിയ പുതിയ കാര്യങ്ങൾ കാണുമ്പോഴും അതിലുണ്ടാവുന്ന കുറേ തമാശകളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിയ കുറേ കൾച്ചേഴ്സ് അതെല്ലാം പഠിക്കാൻ പറ്റും നമുക്ക്. ഇന്ത്യക്ക് വെളിയിലും യാത്ര ചെയ്യാൻ അത് വേറൊരു അനുഭവമാണ്. അത് ശരിക്കും അങ്ങനെയുള്ളൊരു ഭാഗ്യം കിട്ടുകയെന്ന് വെച്ചാൽ, ഈ ഞാനിപ്പോൾ ഒരു ഡാൻസർ ആയതുകൊണ്ട്, പിന്നെ ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാണ് എനിക്കത് പോയി നിഷ്പ്രയാസം പോയി കാണാൻ സാധിക്കുന്നത്. കാരണം ഒരു ചിലവില്ലാതെയാണ് നമ്മളിപ്പോൾ പ്രോഗ്രാമിനൊക്കെ പുറം രാജ്യങ്ങളിലേക്കൊക്കെ പോകണം. ഇപ്പോൾ US ആണെങ്കിലും, പിന്നെ ഇപ്പോൾ ഷൂട്ടിൻ്റെ ഇതിലാണെങ്കിലും ഞാൻ പാരീസ്, ഈഫൽ ടവർ, ആംസ്റ്റർഡാം, ജർമ്മനി അതെല്ലാം പോയി ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. കലാപരമായിട്ടും പിന്നെ യാത്ര ചെയ്തും ജീവിക്കുമെന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. സുഖമായിട്ട് പോയി യാത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, കാണാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. ചെറുതിലേ മുതലേ വണ്ടി ഓടിക്കും. വീട്ടിലെ ചെറുതിലേ മുതലേ വണ്ടി ഉണ്ടായിരുന്നു. എനിക്കിപ്പോൾ വലിയ ഓർമ്മയൊന്നുമില്ല, ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ ഓർമ്മയുണ്ട്. എൻ്റെ വീട്ടിൽ ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് തുറക്കുന്ന ഫിയറ്റ് ആയിരുന്നു. അത് ഡോറ് വ്യത്യാസമുണ്ട്, പണ്ടത്തെ ഫിയറ്റ്. നമ്മളിപ്പോൾ ഇങ്ങനെ എന്നല്ലേ, ഇത് ഫ്രണ്ടിലേക്കാണ് തുറക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഒക്കെ ഇപ്പോഴും ഞാൻ എടുത്ത് നോക്കാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചെറുതിലേ മുതൽ വീട്ടിൽ വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ടി കണ്ട് വളർന്നുകൊണ്ടായിരിക്കും വണ്ടിയെ പറ്റി എൻ്റെ സിനിമ പോലെ തന്നെ വേറൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സൈഡ് ഈ മെക്കാനിക്കൽ സൈഡ്, ഈ വണ്ടി, കാറ്, അതൊക്കെ എനിക്ക് ഭയങ്കര ക്രൈസാണ്. അത് എനിക്ക് വേണമെങ്കിൽ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ ചേട്ടനാണേലും ചെറുതിലെ വണ്ടി ഓടിക്കും, അച്ഛനും വണ്ടി ഓടിക്കുമായിരുന്നു. പണ്ട് അമ്മ ഒക്കെ പറയുന്ന ഓർക്കുന്നുണ്ട്, ഞാൻ അച്ഛനൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ മടിയിലേക്ക് ഇരുന്നിട്ട് കയറുന്നു, സ്റ്റിയറിങ്ങിലൊക്കെ പിടിച്ച് നിൽക്കുമായിരുന്നു എന്നൊക്കെ. അപ്പം ചെറുതിലെ മുതലേ വണ്ടി കണ്ടു വളർന്നുകൊണ്ടായിരിക്കാം ഡ്രൈവിങ് ഭയങ്കര ക്രൈസാണ്. പിന്നെ വണ്ടി മാറി മാറി വന്നു. വീട്ടിൽ
സ്കോർപ്പിയോ ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ സ്കോർപ്പിയോ ഓടിക്കാൻ തുടങ്ങിയത്. അല്ലാതെ എന്നാ ഒരു സ്കോർപ്പിയോ മേടിച്ചിട്ട് ഓടിച്ച് കളയാമെന്ന് വിചാരിച്ചില്ല. വീട്ടിൽ ആ വണ്ടി ഉണ്ടായിരുന്നു, അങ്ങനെ അതിൽ ഓടിച്ച് പഠിച്ചു. അങ്ങനെ ചെറുതിലേ മുതൽ വണ്ടി ഓടിക്കാനും ഇഷ്ടമാണ്. ലൈസൻസ് കിട്ടണതിന് മുമ്പൊക്കെ ഓടിച്ചൊക്കെ നോക്കിയിട്ടുണ്ട്. അത് ഇനിയിപ്പോൾ പറയണോണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടമായി. പിന്നെ യാത്ര, കുടുംബം അടക്കം ഞങ്ങളൊരു യാത്ര ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരാണ്. കൂട്ടത്തിൽ കിട്ടിയേക്കുന്ന ഫ്രണ്ട്സ് ആണെങ്കിലും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല. നിപ്പിലൊക്കെ പോയേക്കാം എന്നും പറഞ്ഞിട്ടൊക്കെ അങ്ങ് പോകും. ചിലപ്പോൾ പോയിട്ട് ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും തിരിച്ചു വരണം. അങ്ങനത്തെയൊക്കെ ഒരു ചിലപ്പോൾ വട്ടൊക്കെ ആയിരിക്കും. ചിലർ പറയാം മട്ടാണോ നിപ്പിലൊക്കെ ഓടിപ്പോണേന്നൊക്കെ ചോദിക്കും ചിലപ്പോൾ. അങ്ങനത്തെ ഒരു ആൾക്കാരാണ് എൻ്റെ കൂടെ ഉള്ളവരാണെങ്കിലും ഞാനാണെങ്കിലും. അതാണ് കൂടുതൽ ക്രേസ് വരാൻ കാരണം. പക്ഷെ ഡാൻസ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്. ശരിയാണ്, കിട്ടിയാൽ ചെയ്യും. ഇതല്ല ഈ പറയുമ്പോൾ നമുക്ക് വരുന്നതനുസരിച്ചല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതിപ്പോൾ ഞാൻ ഇപ്പോൾ നല്ലൊരു ഡ്രൈവറാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ യൂസ് ചെയ്തിരുന്ന സ്കോർപ്പിയോ ആണ്. ഇപ്പോഴാണ് മാറ്റി ഇന്നോവ ആക്കിയത്. എനിക്ക് വലിയ വണ്ടികൾ, SUV ടൈപ്പുള്ള വണ്ടികളോട് എനിക്ക് ഭയങ്കര ക്രൈസാണ്. ചെറിയ ചെറിയ വണ്ടികളൊന്നും എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും, ഒരു ഡാൻസറിൻ്റെ ക്യാരക്ടർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഞാൻ എപ്പോഴും വിചാരിക്കും ഒരു വണ്ടി ഓടിക്കുന്ന സീനോ അല്ലെങ്കിൽ ഇപ്പോൾ കൽപ്പന ചേച്ചി ഏത് സിനിമയാണെന്ന് ഞാൻ ഓർക്കണില്ല, ഒരു ഓട്ടോ ഡ്രൈവറായിട്ടൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കും അതുപോലത്തെ ഒക്കെ ഉള്ളൊരു ക്യാരക്ടർ കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് വിചാരിക്കും. ഡാൻസറിനേക്കാളും കൂടുതലും ഞാനിപ്പോൾ ആഗ്രഹിക്കുന്ന അതുപോലത്തെ ക്യാരക്ടേഴ്സാണ്. ഫ്യൂഷൻ ഇത് പരീക്ഷിക്കാൻ കാരണം നേരത്തെ മുതലേ നമ്മൾ ഫ്യൂഷൻ ചെയ്യുമായിരുന്നു, ഐറ്റംസ് നമ്മൾ സ്റ്റേജിൽ ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ടീമായിട്ട്, തേജോമയി ഡാൻസ് ടീം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞാനൊരു ടീമായിട്ട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരോട് കൂടിയിട്ട് ഇപ്പോൾ പക്ക ഒരു ഫ്യൂഷൻ സ്റ്റൈലിൽ നമ്മൾ ഒരു ടീം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ക്ലാസിക്കൽ ലൈവ് ഓർക്കസ്ട്രയും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ആൾക്കാർ പറയുന്നതനുസരിച്ച് ഇപ്പോൾ ചില അമ്പലങ്ങളിലൊക്കെ ഫ്യൂഷൻ അവർക്ക് വേണ്ടി വരില്ല, ഞങ്ങൾക്ക് ലൈവ് ഓർക്കസ്ട്ര തന്നെ വേണം എന്ന് പറയുമ്പോൾ നമ്മൾ പക്ക ഭരതനാട്യം ചിട്ടയോട് കൂടിയിട്ടുള്ള പക്ക ഭരതനാട്യം തന്നെ നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഫ്യൂഷൻ ഇത് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ സ്റ്റേജിൽ നിന്ന് വന്ന ആർട്ടിസ്റ്റാണ്. സിനിമയിലേക്കാണെങ്കിലും ഇപ്പോൾ ഡാൻസ് തന്നെയായിരുന്നു, ചെറുതിലേ മുതൽ എനിക്ക് ഡാൻസ് തന്നെയായിരുന്നു. പിന്നെ ഒപ്പം സ്കിറ്റ്, കോമഡി സ്കിറ്റ് അത് ചെയ്തു തുടങ്ങി. അങ്ങനെ ഞാൻ പലതരത്തിലും സ്റ്റേജിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മളെപ്പോഴും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കരുത് നമ്മൾ ഒരിക്കലും സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത്. എനിക്ക് ഇന്നതാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇരുന്ന് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഓഡിയൻസിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഓഡിയൻസിന് എന്താണ് ഇഷ്ടം, അവർക്ക് എന്താണ് മനസ്സിലാവുന്നത്, അവരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ കമ്മിറ്റിക്കാർ നമ്മളെ കൊണ്ട് പ്രോഗ്രാം ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ വലിയൊരു ഉത്തരവാദിത്തമാണ് അവരെ എൻ്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പല സ്ഥലങ്ങളിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഈ ചിട്ടയോട് കൂടിയുള്ള ഭരതനാട്യം ആണെങ്കിലും മോഹിനിയാട്ടം ആണെങ്കിലും ഒക്കെ ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു 10-15-20 മിനിറ്റൊക്കെ ആൾക്കാരിങ്ങനെ ഡ്രസ്സും അതും ഇതൊക്കെ കണ്ടിരിക്കും. പിന്നെ ആൾക്കാർക്ക് മനസ്സിലാവത്തുമില്ല എന്താണെന്ന്. ഇങ്ങനെ ചിലവർ കഥകളി കാണുമ്പോൾ പറയാറുണ്ട്, ഇത് കഥകളി ആ ഡ്രസ്സൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാം, പക്ഷെ എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ വേറൊരു ഭാഗം തന്നെയാണ് ഈ ഭരതനാട്യം ആണെങ്കിലും മോഹിനിയാട്ടം ആണെങ്കിലും ഒക്കെ. നമ്മൾ ഭയങ്കര ചിട്ടയോടുകൂടി കളിക്കുമെങ്കിലും സാധാരണക്കാരായ മനുഷ്യർക്ക് അത് മനസ്സിലാവണമെന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടച്ച് ഉണ്ടായിരിക്കണം ഡാൻസിനെ പറ്റിയിട്ട്. അപ്പോൾ ഞാൻ ഇത് 1-2 ഐറ്റംസൊക്കെ ഫ്യൂഷനായിട്ട് സ്റ്റേജിൽ ചെയ്യുമ്പോൾ ആൾക്കാർ ആ റിതം കേട്ടിട്ടും പിന്നെ നമ്മളൊരു വേ ഓഫ് കോസ്റ്റ്യൂംസിൻ്റെ സ്റ്റൈലിലാണെങ്കിലും ഒക്കെ ഒരു ഡിഫറൻസ് ഉള്ളത് കാണുമ്പോൾ ആൾക്കാർക്ക് അത് എപ്പോഴും എൻജോയ് ചെയ്തിരിക്കുന്നത് കാണാറുണ്ട്, ആ റിതം ചേഞ്ച് ചെയ്യുന്നതും ഒക്കെ കാണുമ്പോൾ ഒക്കെ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്തുകൂടാ. അപ്പോൾ ആൾക്കാർക്കത് ഇഷ്ടമാകും. പിന്നെ തന്നെ ഞങ്ങൾ ഈ തേജോമയി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 10 പേരോളം, ഞാനടക്കം ഒരു 10 പേരോളം കൂടിയ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് തുടങ്ങിയ ഒരു ടീമാണ്. അതിൽ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ, ഇപ്പം ഡീഫോറസ്റ്റേഷൻ അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, ഒരു മെസ്സേജ് തരുന്ന രീതിയിലുള്ള സബ്ജക്റ്റ് എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അമ്മയെ പറ്റിയിട്ട് അങ്ങനെ ഒരു ഫ്യൂഷൻ രീതിയിൽ എടുത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ ഞങ്ങളൊരു സബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് അത് ഞങ്ങൾ സോങ്സ് അത് ഞങ്ങളുടേതായ രീതിയിൽ എടുത്ത് ചിട്ടപ്പെടുത്തി ചെയ്യാറുണ്ട്. ഈ ഇപ്പോൾ മ്യൂസീഷ്യൻസിനെ കൊണ്ടൊക്കെ ആണെങ്കിലും എടുത്ത് ഞങ്ങളുടേതായ രീതി പറഞ്ഞിട്ട് അത് ഫ്യൂഷനാക്കി ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഞങ്ങൾ എടുത്ത് ചെയ്യുന്നത് ഇപ്പോൾ സ്റ്റീഫൻ ദേവസിയെ പോലുള്ള അവരുടെ, പിന്നെ ശിവമണി, മഹാലീല അതുപോലെയുള്ള ഓരോ ആൽബംസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് എടുത്തിട്ടും ഞങ്ങൾ എടുത്ത് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ റിതംസ് കേട്ടിട്ടാണെങ്കിലും ആൾക്കാർക്ക് അത് എന്തോ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വളരെ സക്സസ് ആയിട്ട് തന്നെ അതിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്.
ഈ സീസണിൽ ഞങ്ങൾ ഒരുപാട് പ്രോഗ്രാം ചെയ്തു. ഭയങ്കര ആത്മാർത്ഥമായിട്ടുള്ള പ്രേമമൊന്നും ഒരിടത്തും ഉണ്ടായിട്ടില്ല കേട്ടോ, ഉണ്ടായിട്ടേ ഇല്ല. പിന്നെ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ചുമ്മാ ഒരുതരം ഇപ്പോൾ ഇൻഫാക്ച്വേഷൻസ് അതിപ്പോൾ പലരോടും എല്ലാ മനുഷ്യർക്കും തോന്നാവുന്നതാണല്ലോ. അങ്ങനെ ഒരു ഇതൊക്കെ തോന്നിയിട്ടൊക്കെ ഉണ്ട്. അല്ലാതെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രേമം ഇതുവരെ തോന്നിയിട്ടില്ല. ആത്മാർത്ഥമായിട്ട് ആരെങ്കിലും പ്രേമിക്കുകയാണെങ്കിൽ അയാളെ തന്നെ കല്യാണം കഴിക്കണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷെ ആരും ഇതുവരെ വന്നിട്ടില്ല. പലരെയും പ്രേമിച്ചിട്ട് വേറൊരാളെ കല്യാണം കഴിക്കാൻ അതിൽ താല്പര്യമില്ല. ഇതുവരെ ഒരു സൈറ്റിലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അത് ഞാനും എൻ്റെ ബ്രദറും, ചേട്ടന് 33 വയസ്സായി, ചേട്ടനും ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. ഞങ്ങളെല്ലാവരും കൂടെ ഇപ്പോൾ ഒരു രസമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്നോട് ആരും ഇതുവരെ അങ്ങനെ നേരിട്ട് ഇങ്ങനെ ഞാൻ കല്യാണം കഴിക്കാം എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ FB-ലൊക്കെ ഓരോ കമൻസ് ഒക്കെ നോക്കുമ്പോൾ ഇങ്ങനെ I love you എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അതിപ്പോൾ സാധാരണ കാണുന്നതല്ല. അല്ലാതെ കല്യാണത്തെ പറ്റി ഇപ്പോൾ ചിന്തിച്ചിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇപ്പോഴാണ് അത്യാവശ്യം സിനിമയിൽ കുറച്ച് നല്ല ക്യാരക്ടേഴ്സൊക്കെ വന്ന് തുടങ്ങിയത്. അപ്പം ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടെന്ന് ഫീൽഡിലുള്ളവരാണെങ്കിലും പ്രേക്ഷകരാണെങ്കിലും ഒക്കെ മനസ്സിലാക്കി തുടങ്ങിയത് ഇപ്പോഴാണ്. അപ്പോൾ ജോലി ആദ്യം അത് പ്രത്യേകിച്ച് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് വന്ന ഒരു ഫീൽഡ് ആയതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഈ ജോലിയിലാണ് ഇപ്പോൾ കോൺസെൻട്രേഷൻ കൂടുതലും. പിന്നെ യാത്ര ചെയ്യുക ഇതൊക്കെ തന്നെ. കല്യാണത്തെ പറ്റി ഇപ്പോൾ ആലോചിച്ചിട്ടേ ഇല്ല, ഓരോരുത്തരും രജിസ്റ്ററും ചെയ്തിട്ടില്ല. സിനിമയിൽ എല്ലാവരുമായിട്ടും നല്ല ബന്ധമുണ്ട്. എല്ലാവരുമായിട്ടും വിളിക്കും. ഇപ്പോൾ പറയുന്ന വാട്സാപ്പ് ഉണ്ടല്ലോ, എല്ലാവരുമായിട്ടും മെസ്സേജ് ഇടുകയും ഒക്കെ ചെയ്യും. പിന്നെ നമ്മൾ പുറത്ത് ഉള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് അങ്ങനെ എപ്പോഴും നമ്മൾ വിളിച്ച് സംസാരിക്കുമ്പോൾ ഒരിക്കലും സിനിമയിലുള്ളവരായിട്ട് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. കാരണം അവർ ഷൂട്ടിലായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനിലൊക്കെ ആയിരിക്കും, അവരും തിരക്കിലായിരിക്കും. അപ്പോൾ അങ്ങനെ എപ്പോഴും അങ്ങനെ ഒന്നും കോണ്ടാക്ട് ചെയ്യാനൊന്നും പറ്റില്ല. എല്ലാവരുമായിട്ടും നല്ല സൗഹൃദമുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും വിളിച്ച് സംസാരിക്കുന്നതും ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് സിനിമയിലൊരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ മുത്തുമണിയാണ്. മുത്തു എൻ്റെ വളരെ നല്ലൊരു ക്ലോസ് ഫ്രണ്ടാണ്. പ്രത്യേകിച്ചും മുത്തുവിനെ എനിക്ക് നേരത്തെ അറിയാമെങ്കിലും ഞങ്ങൾ വളരെ ക്ലോസ് ആയത് ഈ കടൽ കടന്നൊരു മാത്തുക്കുട്ടിക്ക് ജർമ്മനിയിൽ പോയപ്പോൾ. അതെനിക്ക് തോന്നുന്നു ഞങ്ങളൊരു 2 ആഴ്ചയോളം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഞങ്ങളൊരു മുറിയിലായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ പുറത്തൊക്കെ പോകുമ്പോഴാണെങ്കിലും ഷൂട്ട് അവിടെ നേരത്തെ തീരും. അപ്പോൾ ഞങ്ങൾ പതുക്കെ ഒന്ന് സ്ഥലമൊക്കെ കാണാൻ ഇറങ്ങാമെന്നും പറഞ്ഞുകൊണ്ട് ഞാനും മുത്തും അരുണും കൂടെ ഇറങ്ങും. ഞങ്ങൾ 3 പേരും കൂടെ അവിടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ പോയി ഒക്കെ ഒന്ന് കണ്ടിട്ടൊക്കെ വരും. അപ്പം അങ്ങനെ മുത്തുമായിട്ട് ഭയങ്കര ക്ലോസ് ആയി. എപ്പോഴും ഇടയ്ക്കൊക്കെ ആണെങ്കിലും വിളിച്ച് സംസാരിക്കും. ഒരാഴ്ചയിലൊരിക്കലെങ്കിലും ഞാനും മുത്തും വിളിച്ച് സംസാരിക്കാറുണ്ട്, വിശേഷങ്ങൾ പറയാറുണ്ട്. പിന്നെ മുത്തു ആണെങ്കിൽ അത്യാവശ്യം ഡാൻസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധമുള്ള ആളാണ്. പിന്നെ മുത്തുവിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതൊക്കെയാണല്ലോ ഒരു ഫ്രണ്ട് എന്ന് പറയുമ്പോൾ. മുത്തു ഒരുപാട് വായിക്കുന്ന ആളാണ്. ഞാൻ ഭയങ്കരമായിട്ട് വായിക്കുന്ന ആളല്ല, ചെറുതായിട്ടൊക്കെ വായിക്കും. അപ്പോൾ മുത്തുവിനെ വിളിച്ചിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതും ഒക്കെ. അപ്പോൾ കുറച്ച് കോണ്ടാക്റ്റ് ഉള്ള ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് മുത്തുമണിയാണ്. സുകുമാരി അമ്മ ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു നടിയായിരുന്നു. ഭാഗ്യം കൊണ്ട് എനിക്ക് അമ്മയുടെ കൂട്ടത്തിൽ 2 പടത്തിൽ ചെയ്യാൻ പറ്റി. ഉത്തര സ്വയംവരം, പിന്നെ ട്രിവാൻഡ്രം ലോഡ്ജിൽ ഞങ്ങൾക്ക് കോമ്പിനേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഞങ്ങൾ സെറ്റിൽ വെച്ച് കാണുമായിരുന്നു. അമ്മ എനിക്ക് ഭയങ്കര എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു ആക്ട്രസ് ആയിരുന്നു. അത് ഇപ്പോൾ ആദ്യം എന്നോട് ചോദിച്ചില്ലേ, നായികയായിട്ട് അഭിനയിക്കാൻ പറ്റിയില്ലല്ലോ, ഇങ്ങനെ ക്യാരക്ടർ അതിൽ വിഷമം ഉണ്ടോയെന്നാണ്. ഞാൻ ആ വിഷമം മൊത്തം മാറ്റണത് സുകുമാരി അമ്മയെ കണ്ടിട്ടാണ്. ഇതിലൊരു 100 രൂപ കുറവുണ്ടല്ലോ. നിങ്ങൾ 2 പേരും കഴിഞ്ഞ തവണ കഴിച്ച 12 കഷ്ണം ബ്രെഡിന്റെയും 5 ചായയുടെയും പൈസ ഞാൻ ഈടാക്കണ്ടേ? ലോഡ്ജ് ആണെങ്കിലും ഇതൊരു കച്ചവടം അല്ലേ സദാനന്ദ സാറേ? അപ്പൊ ഇത് സ്നേഹത്തിന്റെ പേരിലല്ലായിരുന്നില്ലേ? There are no free lunches here, Mr. Sadhu. എന്നാ ഓക്കെ, അത് പറ. അവരൊരിക്കലും ഒരു നായികയായിരുന്നില്ല. പക്ഷെ എത്ര പടങ്ങൾ ചെയ്തു, അതും എത്ര ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ചെയ്തേക്കണം. അതും ഏതെങ്കിലും ഒരു ക്യാരക്ടേഴ്സ് സുകുമാരിയമ്മ ചെയ്തിട്ടുള്ളത് നമുക്ക് അത് ബോറായി പോയി എന്ന് ഒരിക്കലും നമുക്ക് തോന്നിയിട്ടില്ല. ഇപ്പം ആംഗ്ലോ ഇന്ത്യൻ ആയിട്ട് ബോയിങ്ങിൽ അത് ഡ്രസ്സിങ്ങിലാണെങ്കിലും ഓരോ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളുടെ ആക്ഷൻസിലാണെങ്കിലും ഒക്കെ ഒരു ആംഗ്ലോ ഇന്ത്യൻ ആയിട്ട് ഡ്രസ്സ് ചെയ്ത് വന്നാൽ അത് ശരിക്കും ഒരു ആംഗ്ലോ ഇന്ത്യൻ ആണ് സുകുമാരി അമ്മ എന്ന് നമുക്ക് തോന്നും. അതേ സമയത്ത് വേറൊരു സിനിമയിൽ കറക്റ്റ് ഒരു പട്ടത്തി വലിയൊരു മൂക്കുത്തിയൊക്കെ ഇട്ടിട്ട് പട്ടത്തിയായിട്ട് വന്നാൽ അയ്യോ ഇവര് ശരിക്കും ഒരു ബ്രാഹ്മണ സ്ത്രീ തന്നെ എന്ന് തോന്നും. അപ്പം ഭയങ്കര വേഷപ്പകർച്ചയുള്ളൊരു ആർട്ടിസ്റ്റായിരുന്നു. എനിക്ക് ഒരുപാട്
ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ് സുമാരി അമ്മ. അമ്മ മരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, ഭയങ്കരമായിട്ട് കരഞ്ഞു ശരിക്കും ഞാനന്ന്. അങ്ങനെ വലിയതായിട്ട് കരയണ ആളൊന്നല്ല ഞാൻ, പക്ഷെ സുമാരി അമ്മ മരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അമ്മയാണ് ഏറ്റവും ശരിക്കും ഒരു റോൾ മോഡൽ എന്ന് പറയാം. അത് എന്നോട് ഇത് പറഞ്ഞത് പിഷാരടിയാണ് എന്നോട്. അത് നമ്മുടെ രമേഷ് പിഷാരടിയാണ് എന്തോ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നപ്പോ ഞാൻ ഇങ്ങനെ എന്തോ ചുമ്മാ പൊട്ടത്തരം പറഞ്ഞു. അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങളായതുകൊണ്ട് ക്ഷമിച്ചു, ഒന്നില്ലെങ്കിൽ നീ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു സുകുമാരിയമ്മയല്ലേ എന്ന്. ഞാൻ ചോദിച്ചു സുകുമാരിയമ്മ അതെന്നാന്ന് ചോദിച്ചാൽ. അപ്പോൾ പറഞ്ഞു നിനക്ക് ഇതുവരെ അറിയില്ലേ അത്? ഇല്ല ഏട്ടാ എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു നീ നെറ്റിലൊന്ന് എടുത്ത് നോക്ക്, പഴയ സുകുമാരിയമ്മയുടെ ഫോട്ടോ ഒന്ന് അടിച്ചു നോക്ക്, പഴയ അവരുടെ ഒരു 10, 20, 22 വയസ്സ് ആ ഒരു പ്രായത്തിലുള്ള ഒരു 20s ആ ഏജിലുള്ള ഒരു സുകുമാരിയമ്മയുടെ ഫോട്ടോ ഒന്ന് എടുത്ത് അടിച്ചു നോക്ക്, നീ തന്നെ ആയിരിക്കണം, നിനക്ക് അതിൻ്റെ കട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. എന്നോട് ഇപ്പോൾ 1-2 പേര് പറയുന്നുണ്ട് ഇപ്പോൾ സുകുമാരിയമ്മയുടെ, പ്രത്യേകിച്ച് ഞാൻ ചിലപ്പോൾ വലിയ മൂക്കുത്തി ഇടും, പിന്നെ വലിയ പൊട്ടൊക്കെ വയ്ക്കുമ്പോൾ ഒക്കെ ആണെങ്കിലും സുകുമാരിയമ്മയുടെ കറക്റ്റ് സുകുമാരിയമ്മയുടെ ഞാനിത് ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഒരു പ്രാവശ്യം FB-യിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1-2 പേര് എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ സുകുമാരിയമ്മയുടെ കട്ടുണ്ട് നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട്. അതെനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ, ഭയങ്കര ഞാൻ വലിയൊരു അവാർഡായിട്ട് തന്നെ കാണുന്നത്. മലയാളത്തിൽ എനിക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ അഭിനയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഫഹദ്. ഇങ്ങനെ പെട്ടെന്നായിരുന്നു നത്തോലിയിലേക്കുള്ള ഒരു ഓഫർ വന്നതുമൊക്കെ. അപ്പോൾ അങ്ങനെ അവിടുന്ന് പരിചയപ്പെട്ടു ഫഹദിനെ. എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു, കാരണം ഫഹദിൻ്റെ അഭിനയം ഞാൻ എപ്പോഴും ഇങ്ങനെ നോക്കിയേക്കാറുണ്ട്. ഒരു തരം ഒരു ബിഹേവിയർ അത് മാത്രമേ ഉള്ളൂ, അഭിനയിക്കുകയാണെന്നൊന്നും നമുക്ക് തോന്നില്ലല്ലോ. അത് ഇപ്പം സാധാരണ സെറ്റിലൊക്കെ നിന്ന് സംസാരിക്കുമ്പോൾ പോലെ തന്നെയാണ് സാധാരണ ഡയലോഗ് പറയുമ്പോഴാണെങ്കിലും. ഫഹദിൻ്റെ ഒപ്പം അഭിനയിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, അതിപ്പോൾ സാധിച്ചു. ഹലോ സാർ. യെസ് മാഡം. ഒന്ന് കണ്ടുമുട്ടാൻ വേണ്ടി ഉറക്കൊളച്ച് കാത്തിരിക്കായിരുന്നു. അല്ല, രാവിലെ നീ ഉണരുമ്പോ ഞാൻ ഹോസ്പിറ്റലിൽ പോയിരിക്കും, പിന്നെ രാത്രി ഇവിടെ എല്ലാരും ഉറങ്ങിയാലല്ലേ നീ വന്ന് കിടക്കൂ. ഒരു പൊതുപ്രവർത്തന്റെ വീട്ടുകാരും ചില സാക്രിഫൈസ് ഒക്കെ ചെയ്യേണ്ടി വരും. ഓ ദാ ഇതെന്നേച്ചി ഇലക്ഷൻ ഫണ്ടിലേക്കാണോ? അതിപ്പോ വേണ്ട. അയ്യാടാ, ഇത് ബാങ്കിൽ അടയ്ക്കാനുള്ള കാശാ. 4 ഇൻസ്റ്റാൾമെന്റ് പെൻഡിങ്ങാ. എനിക്ക് ആ മാനേജർ മുമ്പിൽ ചെന്നൊന്ന് ചമ്മാ മേല. ദാ ഈ കാർഷിക കടം എഴുതള്ളുന്ന പോലെ വിദ്യാഭ്യാസ ലോൺ എഴുതള്ളേണ്ടതാണ്. നീ എന്നെങ്കിലും ഒരു മന്ത്രിയാവുകയാണെങ്കിൽ ആദ്യം ഒപ്പിടേണ്ട ഫയൽ അതായിരിക്കണം. അന്നും സുധചേച്ചിയുടെ ലോൺ അടവ് തീർന്നിട്ടുണ്ടാവില്ല. ദുൽഖറിനോട് ഇതുവരെ അഭിനയിച്ചിട്ടില്ല, ദുൽഖർ സൽമാൻ. അപ്പോൾ അഭിനയിക്കണമെന്നുണ്ട്. പിന്നെ ചെറുതിലേ മുതലേ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളാണ്, നടക്കുമെന്നൊന്നും അറിഞ്ഞൂടാ, കണ്ടാൽ മതി, അഭിനയിക്കണമെന്നില്ല. കമൽഹാസൻ സർ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് എനിക്ക്. ഒന്ന് അഭിനയിക്കാൻ ചാൻസ് കിട്ടുമെന്നൊന്നും അറിഞ്ഞൂടാ കേട്ടോ, അതൊക്കെ ഭയങ്കര അതിമോഹമായിരിക്കും ചിലപ്പോൾ. ഒന്ന് കാണണമെന്നുണ്ട്, അദ്ദേഹത്തിനൊന്ന് നേരിട്ടൊന്ന് കാണണമെന്നുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം. നല്ലൊരു ആർട്ടിസ്റ്റായിട്ട് തന്നെ വരിക എന്നുള്ളത്, കുറേ നല്ല വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യണം. ഒപ്പം ഡാൻസ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം. ഞാൻ ഇപ്പോൾ ഡാൻസ് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പം എൻ്റെ മുറി അറിവ് വെച്ച് തന്നെ ഞാനിത് ചെയ്യുന്നത്. മുറി അറിവ് ആപത്ത് എന്ന് പറയുമ്പോൾ പോലെയാണ്, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഡാൻസ് കുറേ പഠിക്കണം. അത് ചെന്നൈ പോലെയുള്ള സ്ഥലങ്ങളിൽ അവിടെ ചെന്ന് ഞാൻ പഠിക്കാൻ റെഡിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഡാൻസ് കുറേ പഠിക്കണം. എന്നിട്ട് വലിയ വലിയ കുറേ ഫെസ്റ്റിവൽസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഇവിടെ നടക്കുന്ന ഇപ്പോൾ സൂര്യ ഫെസ്റ്റിവൽ അതുപോലെയുള്ള ഫെസ്റ്റിവൽസിലൊക്കെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതുപോലെ സൂര്യ ഫെസ്റ്റിവൽ അതുപോലെയുള്ള ഫെസ്റ്റിവൽസിൽ പെർഫോം ചെയ്യണം. ഒപ്പം തന്നെ ഞാൻ എപ്പോഴും നോക്കുന്നുണ്ട്, ലണ്ടനിലൊക്കെ ഞാൻ ഈ അടുത്തും കൂടെ വായിച്ചിരുന്നു, ലണ്ടനിലൊക്കെ വലിയ വലിയ ഫെസ്റ്റിവൽസ് നടക്കുന്നുണ്ട് ഡാൻസിൻ്റെ അടുത്ത്. അത് ലോകത്തിലുള്ള എല്ലാ കലകളുമാണ് ആ ഫെസ്റ്റിവലിൽ വന്ന് പെർഫോം ചെയ്യുന്നത്. അപ്പം ഇവിടുന്ന് ശോഭന മാമൊക്കെ പോയി പെർഫോം ചെയ്യാറുണ്ട്. കഴിഞ്ഞ വർഷം കൂടെ ചെയ്തിരുന്നു, ഞാൻ പേപ്പറിൽ വായിച്ചിരുന്നു. അപ്പോൾ അതുപോലെയുള്ള വലിയ വലിയ ഫെസ്റ്റിവൽസിലൊക്കെ പെർഫോം ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്, ചില്ലറ ആഗ്രഹങ്ങളൊന്നുമല്ല. അപ്പോൾ അങ്ങനെ പെർഫോം ചെയ്യണം. പിന്നെ സിനിമയാണെങ്കിലും നല്ല നല്ല കഥാപാത്രങ്ങൾ, ഇപ്പോൾ ഒരു ക്യാരക്ടറിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യാതെ വ്യത്യസ്തമായിട്ടുള്ള പല പല ക്യാരക്ടേഴ്സ് ചെയ്യാൻ സാധിക്കണം. ഇത്രയൊക്കെ ഉള്ളൂ, വേറെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല.